എന്റെ വീട്ടില് ഇപ്പൊ നമ്മുടെ ഡ്രമ്മ് ജാഫ്രിക്ക എപ്പോഴും എന്റെ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പൊ ജാഫ്രിക്ക വന്നു കഴിഞ്ഞാൽ ഞാൻ വയലിൽ ഒരിക്കലും പാക്ക് ചെയ്ത് വെക്കാറില്ല. എല്ലാവരും സാധാരണ വായിച്ചു കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്ത് ഭംഗിയായിട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അവർ കേസ് ഒക്കെ ഇട്ട് അവർ മാറ്റി വെക്കുക, ഇതാണല്ലോ. ഇപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വയലിൻ എപ്പോഴും എപ്പോഴും ഓപ്പൺ ആയിരിക്കും. എനിക്ക് എപ്പോഴൊക്കെ കണ്ട് അപ്പോഴൊക്കെ വന്ന് വായിക്കും. അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യണത് തന്നെ. കാര്യം എനിക്ക് അതിനൊരു ടൈമില്ല. കാര്യം ഇപ്പൊ ചിലവരും പറയും ഞാൻ രാവിലെ ഇത്ര നേരം പ്രാക്ടീസ് ചെയ്യും. അതുകൊണ്ടോ എനിക്ക് അങ്ങനെ പറ്റിയല്ലേ. എനിക്ക് എപ്പോഴൊക്കെ തോന്നിയോ അതാണ്. ഇപ്പൊ എപ്പോഴൊക്കെ നമുക്ക് വായിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ വായിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പാക്ക് ചെയ്ത് വെക്കാറേ ഇല്ല എന്റെ ഇൻസ്ട്രുമെന്റ്. അപ്പൊ അതേപോലെയാണ് ഇതിന്റെ ഇടയിലാണ് ഞാൻ ബാക്കിയുള്ള ജീവിതങ്ങളൊക്കെ ജീവിക്കുന്നത്. സോ വെൽക്കം ബാക്ക്. നമ്മുടെ അയർലൻഡ് എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താണ്. ശബരീഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഡ്രീം കൺസേർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇപ്പം നമോ ചെയ്തു എന്ന് പറഞ്ഞു. 2018 നമോ ചെയ്തു. അതിനുശേഷം നമുക്ക് കുറെ കവർ സോങ്സ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ ഈ നമോ ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നിരിക്കുമല്ലോ. നമോ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. കാര്യം അതിൽ രണ്ട് കാര്യമുണ്ട്. നമോ ചെയ്ത് ആ സെയിം ആർട്ടിസ്റ്റുമാർ എല്ലാവരും കൂടെ ചേർന്നാണ് ഇവിടെ വന്നത് അയർലൻഡിൽ 2018 ഫസ്റ്റ്. കാര്യം മട്ടന്നൂർ സാറ് ആണ് നമ്മുടെ സൂപ്പർ ഡൂപ്പർ ക്രിയേഷൻസിന്റെ ഉദ്ഘാടന പ്രോഗ്രാം തന്നെ ചെയ്ത് ഞാനും മട്ടന്നൂർ ശങ്കരക്കുട്ടി മാഷും കൂടിയാണ്. അപ്പോ അങ്ങനെ നമോയ്ക്ക് അങ്ങനെയുള്ള കുറെ പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മുടെ ഒരു വേറൊരു സംഭവം എന്ന് വെച്ചാൽ അതൊരു ചെണ്ട വിത്ത് വയലിൻ ഫ്യൂഷൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ തായമ്പക എങ്ങനെയാണ് ഈ ഒരു കോമ്പോസിഷനിൽ വരണേന്നുള്ള തായമ്പകയുടെ കുറെ കാര്യങ്ങളാണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊരു വെറൈറ്റി ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു, കുറെ പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആൽബം നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ? ഉരുത്തിരിഞ്ഞ് പല ഐഡിയാസ് ഉണ്ട്. ഏത് ചെയ്യണം എന്നുള്ള മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും അറ്റ് എൻഡ് ഓഫ് ദി ഡേ എല്ലാത്തിന്റെ ഒരു അൾട്ടിമേറ്റ് എന്നുള്ളത് ഓഡിയൻസ് എല്ലാവരും എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഇറ്റ് ഷുഡ് ബി അത് എന്തെങ്കിലും അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമായിരിക്കും.